നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ചന്തമുക്കിൽ താൽക്കാലികമായി നിർമ്മിച്ചു നൽകിയ ചന്തയിലെ കച്ചവടക്കാർ തങ്ങളുടെ അനുഭവങ്ങൾ കൊട്ടാരക്കര മീഡിയയോട് പങ്കുവെക്കുന്നു. പുതിയ മാർക്കറ്റ് നല്ല രീതിയിലാണ് കച്ചവടക്കാരൊക്കെ സഹകരിക്കുന്നത്. നല്ല വഴിയാണ്. ഒന്ന് വൃത്തിയായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാം. നേരത്തേക്കാളും വൃത്തി തന്നെ. വരുന്ന കസ്റ്റമറും കൂടെ നമ്മളോട് സഹകരിക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ കുറവാണ്. അവിടെ ഒന്ന് നോക്കിയിട്ട് അവിടെ തിരിച്ചു പോവുക. അവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ ആളുകൾ തിരിച്ചു പോകും. അവിടെ നല്ലൊരു ബോർഡ് വയ്ക്കണം. ബോർഡ് വെച്ച് അവിടെ വഴിയൊന്ന് വൃത്തിയാക്കിയിടണം. അവിടെ വഴി വൃത്തികേടായിട്ട് കിടക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകൾ തിരിച്ചു പോവുക. ആ ചോയ്സിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ അവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്ന ആൾ തിരിച്ചു പോവുക. ആളിങ്ങോട്ട് കയറി വരുന്നില്ല. കയറി വന്നാൽ നല്ല വൃത്തിക്ക് ഇവിടെ ഇട്ടിരിക്കുക. കച്ചവടക്കാരൊക്കെ നല്ല സഹകരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് കച്ചവടക്കാർ സഹകരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഏതാ അസൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ വഴി, ലൈറ്റ്, ഇതൊക്കെയാണ് അസൗകര്യമുള്ളത്. പിന്നെ മഴ പെയ്യുമ്പോൾ ഈ മെയിൻ ഷെഡിനകത്ത് വെള്ളം വീഴുന്നുണ്ട്. അടിയിലും കൂടി ഈ വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കംപ്ലൈൻറ്റ് തന്നെ. അത് മുനിസിപ്പാലിറ്റിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളുമാണ്. പിന്നെ ഈ ആൾ കയറി വരാനുള്ള സംവിധാനം, ആ വഴി വൃത്തിയാക്കിയിടുക, അവിടെ 1-2 ലൈറ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നാലേ ആളിങ്ങോട്ട് പാസ് ചെയ്യത്തുള്ളൂ. അവിടെ വന്ന് നോക്കിയിട്ട് ആളുകൾ തിരിച്ചു പോവുക. ഞങ്ങളിവിടെ കയറി ഇപ്പോൾ 10 ദിവസമായി. ഈ 10 ദിവസം കൊണ്ട് കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾ ഏറ്റവും അകത്തായിരിക്കുന്നത്. മീൻ കച്ചവടക്കാരുടെ അടുത്താണ് ഞാനിരിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട ഇരുമ്പ്, പിച്ചാത്തി, അതെല്ലാ ഐറ്റങ്ങളും ഇവിടെ പാത്രക്കടകളിലായിരിക്കുന്നത്. അത്രയും ഇതിന് ഈ പിച്ചാത്തിക്ക്, ഇരുമ്പിനും വെട്ടുകത്തിക്കുമൊക്കെയാണ് ഞാൻ പൈസ അടച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പൈസ അടച്ച വർഷങ്ങൾ കൊണ്ടേ അതായിരിക്കുന്നത്. അതുപോലെ ഞാൻ വിൽക്കുന്ന ചിരവ, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം, ഫിറ്റിംഗ് ചിരവ, നീക്ക് ചിരവ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ, ചൂല്, പല സാധനങ്ങളും വാങ്ങിച്ച് ആദ്യത്തെ കട ഒന്നാമതായിട്ട് കയറിയവർ എല്ലാം വിൽക്കും. അവർക്ക് പാത്രക്കടയാണുള്ളത്. ഈ പാത്രക്കടയിലായി അനധികൃതമായിട്ട് ഇങ്ങനെയുള്ള കച്ചവടങ്ങളാണ് നടത്തുന്നത്. അകത്തോട്ട് ആരും കയറി വരുന്നില്ല. അകത്ത് കയറി വന്നെങ്കിൽ അവിടുന്ന് അത് വാങ്ങിച്ചില്ലെങ്കിൽ നേരെ അകത്ത് വരും. അകത്ത് വരുമ്പോഴേ ഞങ്ങളുടെ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ പറ്റും. ഇതൊന്നും ഇല്ലാതെ അവിടെ ആ കച്ചവടവും പിന്നെ ആരും കാരണം ഞാൻ ഇരിക്കുന്നത് വെറുതെ കുത്തിയിരിക്കുക. 10-36,000 രൂപ ചിലവാക്കി എല്ലാം ഗ്രില്ലും കുന്തവും എല്ലാം അടിച്ച് നമ്മുടെ സാധനത്തിന് സേഫ്റ്റിയും കൊടുത്ത് നമ്മളവിടെ ഇരിക്കുക. ദിവസം 30 രൂപ 40 രൂപ വിൽപ്പനയാണ്. ഈ വെളിയിലിരുന്നുകൊണ്ട് ഈ അഹങ്കാരം കാണിക്കാൻ കൊള്ളാമോ? അവർക്ക് ആ കച്ചവടം ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ചിരകകളും പല സൈസ് ചിര, അതല്ല എൻ്റെ കൈവല്ലുള്ളതാണ്. അവിടെ വെച്ച് എനിക്കതുള്ളതാണ്. മുനിസിപ്പാലിറ്റി പറഞ്ഞാലും എല്ലാവരും പാർട്ടി ബേസിലാണ് പോകുന്നത്. മുനിസിപ്പാലിറ്റി പോയാലും ഞങ്ങൾക്കതിന് നീതി കിട്ടുമോയെന്ന് അറിയത്തില്ല. അതുപോലെ ഇവിടെ ഇതുകൊണ്ടൊരു പെണ്ണുണ്ട്. ഇവിടെ അകത്തൊരു പെണ്ണിരിപ്പുണ്ട്, കവർ കച്ചവടക്കാരി. അവിടെ നിന്ന് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ആളിനെ വിളിച്ച് ഈ കടയിലങ്ങ് കൊണ്ട് കൊടുക്കുക. ഈ പറയപ്പെടുന്ന ആ ആദ്യത്തെ കടയിൽ കൊണ്ടും കൊടുക്കുക. ദിവസമുള്ളതാണ്. 3, 4, 5 പേരെ ഇങ്ങനെ വിളിച്ചോണ്ട് പോകും. അപ്പോൾ ആ പെണ്ണിനെ കൊണ്ടും ഭയങ്കര ശല്യമാണ്. ആ പെണ്ണാന്ന് ഇവിടെ പൈസ ഒന്നും അടച്ചിട്ടില്ല. അടയ്ക്കാതെ ഓരോരുത്തരുടെ അടുത്തിരുന്ന് കവർ കച്ചവടം ചെയ്യുന്നൊരു പെണ്ണാണ്. അവനവൻ്റെ കച്ചവടം ചെയ്താൽ മതി. ഞങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ? ഞങ്ങളുടെ കഞ്ഞി മുട്ടിക്കണോ? ഇപ്പോഴത്തെ പ്രശ്നം ആ കവർ കച്ചവടക്കാരിയാണ്. അവിടെ നിന്ന് ആളിനെ വിളിച്ചോണ്ട് വന്ന് അങ്ങ് നേരെ അങ്ങ് കൊണ്ടുപോവുക. എല്ലാവർക്കും ബാധകമാണ്. അല്ല, അത് ഇരിക്കാൻ പൈസ അടച്ചിട്ടുള്ളതല്ല. അതല്ലേ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാൻ നേരം പറഞ്ഞ സൗകര്യങ്ങളോട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ക്ലിയറാണ്. ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്കാരെല്ലാം അറിഞ്ഞും കേട്ടും വരുന്നുണ്ട്. എല്ലാവർക്കും മാർക്കറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. മുനിസിപ്പാലിറ്റി നല്ല രീതിയിലാണ് ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. താൽക്കാലിക മാർക്കറ്റെന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ മുനിസിപ്പാലിറ്റി സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വശം ഒരു ലൈറ്റിൻ്റെ വിഷയമുണ്ട്. 6 മണി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ട് മൂടി 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായി കിടക്കും. പക്ഷെ അത് പ്രത്യേകം ഒരു ലൈറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇവിടെ മെമ്പർമാരെല്ലാം വന്നപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്
രമേശാണെന്നും പൈസയിലൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അപ്പം ലൈറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ ഒരു ലൈറ്റ് അത്യാവശ്യമാണ്. പിന്നെ മാർക്കറ്റാണെന്ന് അറിയാൻ വേണ്ടി ഒരു ബോർഡ്, താൽക്കാലിക ബോർഡ് ആ ചോയ്സിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു ബോർഡ് വെക്കണം. ആ വഴിയും കൂടെ ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ നേരിട്ടുള്ള ആ വഴിയിലും എല്ലാം ഓരോരുത്തർ നിന്ന് എടുക്കുന്നതും ഒക്കെ ആ വഴിയിലായി ചോയ്സിൽ നിന്ന് വരുന്ന വഴിയിൽ തന്നെ നിന്ന് ആൾക്കാർ കാര്യങ്ങൾ സാധിക്കും. ഞങ്ങൾ 2-3 പേര് വിളിച്ച് വഴക്ക് പറഞ്ഞ് അവർ മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ആ വഴി കാണുമ്പോഴത്തേക്കും ആൾക്കാർ കയറും. ഈ 4 വർഷം അടയ്ക്കാന്ന് പറഞ്ഞിട്ട് അടച്ചു കഴിഞ്ഞിട്ട് ഈ ഒറ്റ വഴി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ തീർച്ചയായിട്ടും മാർക്കറ്റിനകത്ത് വരും. എല്ലാവർക്കും മാർക്കറ്റ് വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. 100% ആൾക്കാർക്ക് നല്ല സൗകര്യമുണ്ട് നിന്ന് മേടിക്കാൻ. പിന്നെ അനധികൃതമായിട്ട് കച്ചവടം ചെയ്ത് അതെല്ലാം മുനിസിപ്പാലിറ്റി തന്നെ ഒന്ന് ഒഴിപ്പിച്ച് ഇപ്പോൾ എല്ലാം അവരവരെ കച്ചവടങ്ങൾ തന്നെ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെട്ടത്തിൻ്റെ ഒരു അത് കുറവ് തന്നെയാണ് അത്. പിന്നെ മെയിനായിട്ടുള്ള വഴി, ആ ചോയ്സിന് ഇപ്പുറത്തെ വഴി നല്ല വൃത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾ കയറും. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. മുനിസിപ്പാലിറ്റി ചെയ്ത് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം പണി ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു കുഴപ്പമില്ല. എല്ലാ രീതിയിലും നല്ല സഹകരിച്ച് ഇറച്ചിക്കടയിൽ നിന്ന് കണക്ക് ആ വെള്ളം വരുന്നതിൻ്റെ അതൊരു അപാകതയാണ്. അതും കൂടെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ മീൻ വെള്ളം വരുന്നത് അത് റെഡിയാക്കിയിട്ടുണ്ട്. അത് കറക്റ്റാണ്, അവിടെ തന്നെയാണ് പോകുന്നത്. പിന്നെ മഴ പെയ്യുമ്പം ഈ അത് മഴവെള്ളം വിഷയമല്ല, വേറെ അത് ഇത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ആൾക്കാർ വരുന്നുണ്ട്, അറിഞ്ഞും കേട്ടും എല്ലാം ആൾക്കാർ വരുന്നുണ്ട്. ഡെയിലി ആൾക്കാർ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വരുന്ന ആൾക്കാർക്കെല്ലാം മാർക്കറ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവർക്കും നല്ല രീതിയിൽ. ഇനി ഈ വെട്ടത്തിൻ്റെ പരിഹാരം വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അങ്ങ് ഇരുട്ട് മൂടി കിടക്കുക. 6 മണി കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ല. ഒരു വെളിയിൽ നല്ലൊരു വെട്ടം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾ കയറുകയും ചെയ്യും. എല്ലാവർക്കും ബിസിനസ് നടക്കുകയും ചെയ്യും. പിന്നെ വലിയ അസൗകര്യങ്ങളൊന്നുമില്ല, കസ്റ്റമേഴ്സ് വരുന്നില്ല. പിന്നെ ഈ കച്ചവടക്കാർ തമ്മിലൊരു ഐക്യമില്ല, എന്നും പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ഈ കച്ചവടക്കാർ അവരവരെ ഇരിപ്പെടുത്തിയിരുന്ന് കച്ചവടം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പുറത്ത് പോയി ആളിനെ വിളിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ല. എല്ലാവരും ജീവിക്കായിരിക്കുമല്ലോ. 100-100 കച്ചവടക്കാരെ കൂടുതലുണ്ട്. അവനവരുടെ സ്ഥാപനത്തിൽ ഇരുന്നാൽ ഇപ്പം എല്ലാം ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അവരവർക്ക് വിധിച്ചത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും കച്ചവടം നടക്കണമെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ അകത്ത് കയറണം. പുറത്ത് ചെയ്യുന്ന ക്യാൻവാസിങ് കാര്യങ്ങളൊക്കെ നിർത്തിക്കണം. അതായത് അവരവരുടെ സ്ഥാപനത്തിൽ ഇരുന്ന് അവരവർ ഇഷ്ടമുള്ളത് മേടിക്കട്ടെ. ജനങ്ങൾ അവരെ പൈസ കൊടുത്തല്ലേ മേടിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് മേടിക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സമാധാനമായിട്ട് പോകണമെങ്കിൽ എല്ലാവരും സഹകരിച്ച് പോയാലേ പറ്റത്തുള്ളൂ. ക്യാൻവാസിങ് ഇഷ്ടം പോലെ ചില 1-2 വ്യക്തികൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ മുനിസിപ്പാലിറ്റി പരാതിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന 1-2 പേരെ കാര്യം ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഇതേ ബിസിനസ് ചെയ്യുന്ന ഒരാൾ വളരെയേറെ ശല്യം ചെയ്യുന്നുണ്ട്. അയാൾക്കിവിടെ കട പോലും ഇല്ല. അയാൾ വേറൊരാൾ പകരം ഏൽപ്പിച്ചിട്ട് പോയതാണ് ഗൾഫിൽ പോയപ്പോൾ. അപ്പോൾ അയാൾക്ക് കട പോലും ഇല്ല. അയാൾ എന്നിട്ട് നടന്ന് ബുദ്ധിമുട്ടാകുന്നുണ്ട്. നമ്മളത് പരാതിപ്പെട്ടിട്ടുണ്ട്. രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി എടുക്കാമെന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല. നമ്മൾ ജീവിക്കാൻ നമ്മൾ ശല്യം എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് പൈസ ചിലവാക്കിയ 10-70,000 രൂപ ഈ കട അടിച്ച് കൂട്ടിയത് തന്നെ. ഇത്രയും പൈസ ചിലവാക്കിയിരിക്കുക. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മാർക്കറ്റൊക്കെ നല്ലതാണ്. ക്രമേണ കച്ചവടമായി വരും. നമ്മൾ സഹകരിക്കുന്നതാണെങ്കിൽ ഇരിക്കും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അതൊക്കെ ചെയർമാനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മെറ്റിൽ ഇതൊക്കെ ആണെങ്കിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മീൻ ചന്ത പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. മഴയൊക്കെ അല്ലേ, അതിൻ്റെ ഒരു താമസം വരും. 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൻ്റെ അകത്ത്. അത് അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത്. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം അത്ര പറഞ്ഞേക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ പ്രതീക്ഷയുണ്ട്, മാറണമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇവിടെ ആൾക്കാരൊന്നും കയറി വരണം. ആൾക്കാർക്കൊന്നും അറിയാൻ വയ്യ മാർക്കറ്റ് ഏതാണെന്നുള്ളത്. ബോർഡ് നമ്മളിപ്പം താൽക്കാലികമായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ താൽക്കാലിക മാർക്കറ്റിൻ്റെ ഒരു ബോർഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കടയിൽ ഇപ്പം വെള്ളം വലുതായിട്ടില്ല. അപ്പം അവരതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓടയുടെ ഈ മീനിൻ്റെ ഈ വേസ്റ്റ് വെള്ളം ഈ പുറത്തോട്ട് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ആ ഓട സൗകര്യം ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രം മതി. ആ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള ഇത് ചെയ്ത് തരാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. മറ്റ് അസൗകര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ കയറി വരണം എന്നുള്ള ഒരു ഒറ്റ ഇതേ ഉള്ളൂ. ജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച്, ഈ മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക.
അല്ല, നമ്മൾ അവിടെ ചെയ്ത അതേ കച്ചവടം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേക ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലല്ല, അത് ഇത് ചെയ്യുന്ന ആ സാധനം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ. പിന്നെ വേറെ അവിടുത്തെ സാധനങ്ങൾ മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ എടുത്തിടാനുള്ള ഒരു അവസ്ഥയല്ല ഇപ്പം. സാമ്പത്തികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. ഇങ്ങോ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലൊക്കെ ഉള്ള കച്ചവടക്കാർ അത് തന്നെ ചെയ്യുന്നുള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. തന്നെ ഈ മാർക്കറ്റിൻ്റെ അകത്ത് പലവിധ കച്ചവടങ്ങളുണ്ടായിരുന്നു. 1-2 പേര് പുറത്ത് നിൽപ്പുണ്ട്. അവർക്കും കൂടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അല്ല, പണ്ട് മുതലേ കച്ചവടം ചെയ്ത ചീനി കച്ചവടം ചെയ്ത സ്രാജൻ്റെ മോനൊക്കെ പുറത്ത് നിൽക്കും. അവർക്ക് സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. കച്ചവടം ചെയ്യാനൊന്നും സ്ഥലമൊന്നും സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവർക്കും കൂടെ ഒരു ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിക്കണമെന്നേ ഉള്ളൂ. അത് സ്ഥലം അപ്പോഴത്തേക്ക് അളന്ന് ഇത് കഴിച്ചാൽ അവർക്ക് അങ്ങ് അറ്റത്തെങ്ങാണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ കച്ചവടം നടക്കത്തില്ല എന്നുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് നിൽപ്പുണ്ട്. 2-3-4 പേര് പുറത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. അതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കൂടെ ആൾക്കാർ വരികയും അതിൽ കൂടെ തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അകത്തോട്ടുള്ള കടകളിൽ നിന്നും ആർക്കും ശ്രദ്ധിക്കുന്നുമില്ല, ആൾക്കാർ കയറുന്നുമില്ല, സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക, അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. പിന്നെ അങ്ങോട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ അവർ വിളിക്കുന്നു, ഇവർ വിളിക്കുന്ന ആകെ വരക്കുക, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നു ഇപ്പം. പക്ഷേ വഴി ഒന്ന് നല്ല രീതിയിൽ അവർ വന്ന് ആക്കി തന്നിരുന്നെങ്കിൽ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഓടിപ്പോയനായിരുന്നു. എന്നുവെച്ചാൽ മീൻ കച്ചവടക്കാരൊന്നും അകത്തോട്ട് ആരും ഇതുവരെ വന്നില്ല. അവർ വരാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തോട്ടൊന്നും ആരും കയറുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ മാത്രമുള്ള മീൻ കേന്ദ്രീകരിച്ച ആൾക്കാർ വരുന്നു, അവരത് വാങ്ങിച്ച് തിരിച്ചു പോകുന്നു. ആ സൈഡിലുള്ളവർക്കെല്ലാം കച്ചവടങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഇല്ല, അതൊന്നും നമ്മൾ അതിനെപ്പറ്റിയൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ പൈസ അടച്ചതുകൊണ്ട് നമുക്ക് കിട്ടി. നമുക്ക് മറ്റുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. അടച്ചോ ഇല്ലയൊന്നും നമുക്കറിയത്തില്ല. റെക്കോർഡും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടിയിൽ കാണുമല്ലോ, അവർ ഒന്ന് ചെക്ക് ചെയ്തേച്ച് കാര്യങ്ങൾ നടത്തട്ടെ. ഇതിനകത്ത് ഇരിക്കുന്നവരുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇനി നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അത് വന്ന് അവർ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വരണം, ഒന്ന് നോക്കിയല്ല ഇരിപ്പുണ്ടോ അവർ മാറ്റിയാൽ ബാക്കിയുള്ളവർക്ക് സ്ഥലം അളന്ന് കൊടുക്കുക. പക്ഷേ വഴി ഒന്ന് ക്ലിയറാക്കി തന്നിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ അകത്തോട്ട് കയറിയാലേ നമുക്ക് എന്തെങ്കിലും കച്ചവടങ്ങൾ നടക്കത്തുള്ളൂ. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ആൾക്കാർ കടമായിട്ടാണ് പോകുന്നത്. ഒരു സ്റ്റാഫിന് ഒരു കടയിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ പോലും വിൽക്കുന്നില്ല. ഇതിനകത്ത് മുതൽ മുടക്കുന്നവർക്ക് ചുമ്മാ ഇവിടെ വന്നിട്ട് പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വളരെ മോശം. ആൾ കയറുന്നില്ല. കുറച്ച് പേര് കച്ചവടം നടക്കുന്നു, കുറച്ച് പേര് കച്ചവടം ഇല്ല. ഇങ്ങനെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അത് മാർക്കറ്റ് ആർക്കും അറിയത്തുമില്ല. കുറച്ച് പേർക്ക് അറിയാവും, കുറച്ച് പേർക്ക് അറിയത്തില്ല. ബുദ്ധിമുട്ടുന്നവരും ഉണ്ട്. ഇതിനകത്ത് കച്ചവടം ഇല്ലാത്തവരും ഉണ്ട്. മത്സ്യക്കുറവുണ്ട്. മത്സ്യവും ഇല്ല, മത്സ്യം കുറവാണ്. എല്ലാവരും ഇല്ല, 5-6 പേരില്ല. അവർക്ക് മീൻ കച്ചവടം അങ്ങോട്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. അതിൻ്റെ കുഴപ്പമാണ്. പൈസ അടച്ചവരെന്ന് പറയുന്നത് ഈ മാർക്കറ്റ് പണിഞ്ഞ് സ്ഥലം കൊടുത്തത് ആ രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. 2 സൈഡായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എല്ലാം നേരെ അങ്ങ് പോകും. അപ്പോൾ എല്ലാവരും കച്ചവടം ചെയ്യാമായിരുന്നു. ആ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റി ആ രീതി ചെയ്തില്ല. 2 സൈഡായിട്ട് ഇരുത്തണമായിരുന്നു. അത് ഇരുത്തിയില്ല. അതിൻ്റെ പേര് ഒരു 6-7 പേർക്ക് കച്ചവടം ഇല്ലാതായിരിക്കുക. അവർ പട്ടിണിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഫെസ്റ്റ് പോലെ ഇവിടെ മാർക്കറ്റ് വന്നാൽ എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് പോകാം. എല്ലാം ഓപ്പണായിട്ട് കിടക്കുക. മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ മുനിസിപ്പാലിറ്റിക്ക് വെക്കുന്ന സ്ഥലത്ത് പരിധിക്കുള്ളിൽ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ കച്ചവടക്കാർക്കും. ഇത്രയൊക്കെ പറ്റൂ. മാർക്കറ്റ് നേരത്തെ മേയറെ ദൂരോട്ട് കൊണ്ടുപോകാതിരുന്നതാണ്. അപ്പം മാർക്കറ്റിനടുത്ത് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇത്രയും ചെയ്ത് വലിയ ഉപകാരം തന്നെ. പിന്നെ അവിടെ നിന്ന് പഴയ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള പാസേജ് ഉണ്ട്. ആ പാസേജ് കുറേ വേസ്റ്റൊക്കെ നിറഞ്ഞെടുക്കുക. അതൊക്കെ വാരി മാറ്റേണ്ടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് കൊടുത്തേക്കുന്നവരാ ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. ആ വേസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ അതിന് സൈഡിൽ കിടപ്പുണ്ട്. അതൊന്നും ക്ലിയർ ആക്കിയിട്ടില്ല. അങ്ങനെയുള്ള സാങ്കേതികമായ ചില വിഷയങ്ങൾ ഉണ്ട്. പിന്നെ കുറേ പേര് അറിയാനുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരിയൊക്കെ നിങ്ങളൊക്കെ ഇട്ട് വരുമ്പം റെഡിയാവും, സ്റ്റഡി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ഉണ്ട്, എല്ലാവരും ചെയ്യണം. ലൈറ്റൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുക്കണം, എന്നാലേ നടക്കൂ. എല്ലാവരുമേ ലൈറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോഴേ ഒരു ഓളം വരും. ആ വഴി അത് ഞാൻ പറഞ്ഞത്. മീൻ കടയും എല്ലാ കച്ചവടവും ഫ്രണ്ടിൽ കൊണ്ടിരുത്തി.
അവർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അനാസ്ഥയാണ് ഇത്രയും സംഭവിച്ചത്. അപ്പോൾ ഇങ്ങോട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഇത്രയും ദിവസമായി ഞാൻ കൈനീട്ടം പോലും വിറ്റിട്ടില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്നവരെന്താ വേണം? ആ ഫ്രണ്ടിലിരിക്കുന്നവർ പാത്രം എന്ന് പറഞ്ഞിട്ട് ചൂല് പായ് പാത്രങ്ങളെല്ലാം അവർ മേടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മനുഷ്യൻ അതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ അരികിൽ മീൻകാർ പോലും ഇങ്ങില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ എല്ലാം വേസ്റ്റായി കിടക്കുന്ന സ്ഥലം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറി വരത്തില്ല. എത്രയും ദിവസമായിട്ട് കൈ നീട്ടം പോലും വിട്ടില്ല. ഞങ്ങൾ രൂപ അടച്ചിട്ട് വന്നിരിക്കുന്നത് എന്തിനാ? ഫ്രണ്ടിൽ ഇരിക്കുന്നവർ എല്ലാവർക്കും എല്ലാം മേടിച്ച് വയ്ക്കാനുള്ള അധികാരം കൊടുത്തത് എന്തിനാണ്? ഞങ്ങൾ പിന്നെ ഇവിടെ എന്തോ ഇരിക്കും? ഒരു പാവിക്കാൻ ഇങ്ങോട്ട് ആരും വരുന്നില്ല, ചൂല് മേടിക്കാൻ കയറി വരുന്നില്ല, ഒരു സാധനത്തിന് ഇങ്ങോട്ട് ആരും കയറി വരുന്നില്ല. അത് ഉദ്യോഗസ്ഥർ വേണ്ട നിയന്ത്രിച്ച് വിടാൻ. ഫ്രണ്ടിൽ ഇരിക്കുന്നവർ അവർക്ക് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വിറ്റാൽ പോരെ. ഞങ്ങളൊക്കെ പിന്നെ അവിടെ വന്നപ്പോൾ അവിടെ അങ്ങ് ചോദിക്കാനല്ല, എല്ലാം പറയാൻ മേടിച്ച് വെച്ചിരിക്കുക. ചൂലൊന്നും ഇല്ലാത്തവരൊക്കെ ഇപ്പോൾ ചൂല് പായ എല്ലാം മേടിച്ച് വെച്ചിരിക്കുക. പിന്നെ ഇങ്ങോട്ടൊക്കെ ആര് കയറി വരും? ഒറ്റ മനുഷ്യൻ വരത്തില്ല ഇങ്ങോട്ടേക്ക് കയറി. ചന്ത അവർ കാണിച്ചാലും അനാസ്ഥയാണ്. മീൻകാരെ കൊണ്ട് ഇനി അറ്റത്താക്കാതെ ഇവിടെ എല്ലാം വെറുതെ സ്ഥലം ഇട്ടിരിക്കുക. സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഒരു മനുഷ്യനും കയറി വരത്തില്ല. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ചെറു പാവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളെന്തോ വേണം? കൈനീട്ടം പോലും ഞങ്ങൾക്ക് അരി മേടിക്കാണ്ട് വീട്ടിലും കുഞ്ഞു ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറി പോവുക. ചുമ്മാ ഇവിടെ നടുവും കാലും വേന എടുത്ത് ഇവിടെ ഇരിക്കാമെന്നല്ലാതെ വാടകം കേട്ടിരിക്കാതെ ഒരു പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല.